സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് എഫ്എമ്മിന്റെ റൊമാൻറ്റിക് സ്റ്റുഡിയോയിൽ ലവ് ബൈറ്റ്സുമായിട്ട് ഞാൻ റീനു. സ്കൂളിൽ തൊട്ട് തുടങ്ങുന്ന ഒരു കാര്യം പറയട്ടെ. ആൺകുട്ടികൾക്ക് പ്രണയം തോന്നിയാൽ അത് പലപ്പോഴും തുറന്നു പറയാൻ മടിയായിരിക്കും. അപ്പം എന്താ ചെയ്യുക? ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയുണ്ട്, ഫ്രണ്ട്ഷിപ്പ്. സോ ഫ്രണ്ട്സ് ആവും. നമ്മൾ പെൺപിള്ളേരോ ഇത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണെന്ന് വിചാരിക്കുകയും ചെയ്യും. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ തനി സ്വഭാവം പുറത്തു വരും. പ്രപ്പോസ് ചെയ്യും. നമുക്ക് തോന്നും നമ്മളെ ചീറ്റ് ചെയ്തൊന്നും. ഇത്രയും നാൾ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ട് അവസാനം പ്രണയാന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളുടെ അവസ്ഥ? അത് തന്നെ. ഇഷ്ടമാണെങ്കിൽ അതങ്ങ് തുറന്ന് പറയുക ഞങ്ങൾ പെൺപിള്ളേർക്ക് ഇഷ്ടം. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് കൂടി വളഞ്ഞ വഴി കൂടെ മൂക്കെ പിടിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഇല്ല കേട്ടോ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. 1 വർഷമായിട്ട് അവൾ എൻ്റെ ഫ്രണ്ടാ. കഴിഞ്ഞ ദിവസം പറയാ എന്നോട് പ്രണയാന്ന്. എന്താ ചെയ്യുക? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇത് റീനു. ഒരു ഫ്രണ്ട് വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ പോലെ തന്നെ ആമ്പിള്ളേരും ധർമ്മ സങ്കടത്തിലാവും. പ്രണയമില്ലാത്ത ആളോട് എസ് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി ഇല്ലയെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാവും? ഉത്തരം നോ ആണെങ്കിൽ പിന്നെ 2 പേർക്കും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? നല്ല ബുദ്ധിമുട്ടാന്നേ. നോ കേട്ടയാൾക്ക് ചമ്മല്, പറഞ്ഞയാൾക്ക് ഇയാളുടെ മനസ്സ് വേദനിപ്പിച്ചല്ലോ എന്ന വേദന. കേട്ടോ? ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം കഴിഞ്ഞയാഴ്ച മമ്മാസ് ലവ് ബൈറ്റ്സിൽ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടത് എന്താണെന്ന് പറയാട്ടോ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ കുഞ്ഞു മുഹമ്മദ് പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രണയിച്ചിട്ടില്ല. എന്താ അങ്ങനെ? അതിനൊരു പ്രത്യേക രസമുണ്ടല്ലോ സിംഗിൾ ആയിട്ട് കിടക്കുന്നതില്. ബാച്ചിലർ ലൈഫാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരുടെയായിട്ടും അഫെക്ഷൻസ് തോന്നും, എല്ലാവരെയും നോക്കാം. കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ഒന്നിനോട് പിന്നെ ടോളി കമ്മിറ്റഡ് ആവണമല്ലോ. അത് വേണം. ഇതാണെങ്കിൽ ജസ്റ്റ് ഫ്രീ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഒരുപാടുണ്ട്. ഗേൾസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ? ഉണ്ട്. ഇത്രയും കാലമായിട്ടും ആരും കുഞ്ഞു മുഹമ്മദിന്റെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്തിട്ടില്ല? അതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇവിടെ ഇല്ല. ആർക്കും ഇയാളോട് ഇഷ്ടം തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ വരുമ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ നിന്ന് മാറും. നമുക്ക് കമ്മിറ്റഡ് ആവാൻ ഒട്ടും താല്പര്യമില്ല. പേടിത്തോണ്ടാണ് പ്രണയിക്കുക? അല്ല, കമ്മിറ്റഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൊരു ഫാമിലി അറേഞ്ച് ചെയ്ത് തരുന്നത് അതിൽ ഇതാക്കാൻ തന്നെയാണ്. കമ്മിറ്റഡ് ആവാൻ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ യൂത്തിനെ കമ്മിറ്റഡ് ആവശ്യമില്ല. ജസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള കുഞ്ഞു മുഹമ്മദിന്റെ അടുത്ത് എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ അത് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെ കുഞ്ഞു മുഹമ്മദ്. അതെ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതുവരെ പ്രണയിച്ചിട്ടില്ലാന്നും. കുഞ്ഞു മുഹമ്മദിന് ഒരുപാട് കൂട്ടുള്ളൊരു പെൺകുട്ടി വന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഗേൾസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഒരുപാടാവാൻ ഞാനും അവിടെ പോവാറില്ല. ഒരു ലിമിറ്റ് എപ്പോഴും വെക്കാറുണ്ട്. ഒരു പെൺകുട്ടി ഒന്ന് പറഞ്ഞു ഒരു സിറ്റുവേഷനില്ല. അതിപ്പോ പറയാറുണ്ട് ഇഷ്ടമൊന്നും. പക്ഷെ നമ്മ അത് കെയർ ചെയ്യാറില്ല. നമുക്കറിയാം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെന്ന്, പക്ഷെ നമ്മൾ കെയർ ചെയ്യാറില്ല. അത് ഇപ്പൊ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് പ്രണയിക്കാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പിലാവുന്നവര്. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? അതൊരു മോശം. നമുക്ക് പറയാനുള്ള ഡയറക്റ്റ് പോയി പറയാം. അതിന് വേണ്ടി ഒരു പ്രണയിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് കണ്ടിട്ട് എന്താ ആവശ്യമില്ല. ഇപ്പൊ ഒരു കുട്ടീനോട് നമുക്ക് ഇഷ്ടം തോന്നിയാൽ ഫ്രണ്ട്ഷിപ്പിന്റെ ആവശ്യം നമുക്ക് ഡയറക്റ്റ് പോയി പറയാം. അതെ, അതിന് ഫ്രണ്ട്ഷിപ്പായിട്ട് ഒരു ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പോയി പറയാം, ഇതാണ് ഞാൻ, എനിക്ക് ഇന്നതാണ് കുട്ടിയെ ഇഷ്ടപ്പെട്ടത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി. അതിലൊരു ഷോർട്ട് കട്ടിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ അവളെന്നും എന്റെ ഒപ്പം ഉണ്ടാവേണ്ടത് അവളാണ്. അപ്പൊ എന്റെ ശരിക്കുള്ള സ്വഭാവമാണ് അവൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിനൊരു ഷോർട്ട് കട്ടിന്റെ ആവശ്യമില്ല എന്നാണ് എന്റെ ഒപ്പീനിയൻ. ആ കള്ളത്തരം ശരിയല്ല, ഒട്ടും ശരിയല്ല. ഇതുപോലെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് വിളിച്ച് ഒരു അഭിപ്രായം പറയണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോർമാറ്റ് ക്ലബ് എഫ്എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്.